2023 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. 7, 13, 19, etc. is an arithmetic sequence. What is its common difference? Find its 11th term. 7, 13, 19, etc. എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? 11ാം പദം കാണുക. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എടുത്ത് എഴുതാം. 7, 13, 19, etc. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തെ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 7 ആണ്. സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം 13 ആണ്. സെക്കൻഡ് ടേമിന്റെ സ്ഥാനത്ത് 13 എന്ന് എഴുതുന്നു, മൈനസ് ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 7 എന്ന് എഴുതുന്നു. 13ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 6 ആണ്. അടുത്ത ചോദ്യം എന്താണ്? 11th ടേം അഥവാ 11ാം പദം കാണാനാണ്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ nth ടേം അഥവാ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. n എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. ഇവിടെ നമുക്ക് 11ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n-ന്റെ വാല്യൂ എത്രയായിരിക്കും? 11. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 11th ടേം അഥവാ 11ാം പദം ഈക്വൽ ടു ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാ? 7 പ്ലസ് n എത്രയാണ്? 11 മൈനസ് 1 ഗുണിക്കണം d എത്രയാ? 6 ഈക്വൽ ടു 7 പ്ലസ് 11ൽ നിന്നും 1 പോയാൽ എത്രയാ? 10 ഗുണിക്കണം 6 ഈക്വൽ ടു 7 പ്ലസ് 10 ഗുണിക്കണം 6 എത്രയാണ്? 60. 7ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 67. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 11th ടേം അഥവാ 11ാം പദം എത്രയാണ്? 67 ആണ്. ടോട്ടൽ 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2023 SSLC ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അറിയാനായി താഴെയുള്ള വീഡിയോ കണ്ടു നോക്കുക. താങ്ക്